എൻ്റെ ആയുധം ഇതൊക്കെയാണ്. നല്ല കല്ല്. ഈ കറക്റ്റ് സ്പോട്ടിൽ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് സൗണ്ടുകൾ ഉണ്ടാക്കും. ഹായ് 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 ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നും നമ്മളൊരു ക്യാമ്പിംഗ് മൂഡിലാണല്ലോ. ഞാനിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അതായത് ഞാൻ മൂന്നുകൂടി ജംഗ്ഷനിൽ നിൽക്കുന്നത്. അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്, ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്, ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. ഇതിലിപ്പോൾ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ നരികളുടെ കാട്ടിൽ ക്യാമ്പ് ചെയ്തില്ലേ. നരികളുടെ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോറസ്റ്റ് വൈബ് ഏരിയയിൽ പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്ത ഒരു മലൻ്റെ മുകളിൽ. ആ ഒരു മല എന്ന് പറയുന്നത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 2 3 2 മലയ്ക്കപ്പുറമാണ് ആ ഒരു മല ഉള്ളത്. അപ്പം അന്ന് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തപ്പോൾ നമ്മൾക്ക് അവിടെ നിന്നും ഈ പറഞ്ഞതുപോലെ തന്നെ നരികളുടെ സൗണ്ടുകൾ കേട്ടിരുന്ന ഒരു മലയുണ്ട്. അപ്പം ആ ഒരു മലയിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാം എന്ന് കരുതിയിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ എങ്കിൽ നിർഭാഗ്യവശാൽ എനിക്ക് വഴി അറിയില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു സ്പോട്ട് കണ്ടുപിടിക്കുവാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും മറക്കരുത്. എന്ത് പോരായ്മയാണെന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെയധികം പ്രചോദനമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ സോളോ ക്യാമ്പിങ്, ഒറ്റയ്ക്കുള്ള ക്യാമ്പിങ്. ഈ കാണുന്ന റബ്ബറുണ്ടല്ലോ, നമുക്ക് ഈ റബ്ബറിൻ്റെ മേലേക്ക് എത്തണം. എന്നാൽ പിന്നെ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. എന്നാൽ പിന്നെ ഞാൻ കയറി നോക്കട്ടെ. നമുക്ക് ആക്കം പോലെ വിട്ട് നോക്കാം. നമുക്കിപ്പോൾ വിട്ടാലേ നമ്മൾ നേരത്തെ കാലത്തെ പരിപാടി നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം തന്നെ സമയം എന്ന് പറയുന്നത് 4:30 ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ബാഗൊക്കെ ഇട്ട് ഇങ്ങനെ ഫുൾ സെറ്റപ്പിലാണല്ലോ വരുന്നത്. അപ്പം തന്നെ എന്നോട് 1-2 ആളുകളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ക്യാമ്പിങ് ഉണ്ടെന്നുള്ളത്. ക്യാമ്പിങ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. Oh my god, the problem is very ഡേഞ്ചറാണ് മക്കളെ. വെരി ഡേഞ്ചറാണ്. ഇത്രയും വലിയ മല കയറണല്ലേ. എങ്ങനെ കയറുത്? നമ്മുടെ ബാഗിന് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നോക്കിയിട്ട് കയറില്ല. നമ്മൾ മുന്നിൽ പല പ്രതിസന്ധി ഉണ്ടാവും. ഇപ്പം തരണം ചെയ്ത് പോവാന്നല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. ഇത് കടും കുത്തനെയാണ്. ഇത് നമുക്ക് കയറി പോകാനുള്ള വഴിയായിട്ടൊന്നുമില്ല. ഇതിലെ ടാപ്പിംഗ് തൊഴിലാളികൾ നടന്നിട്ട് ഉള്ള വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ചവിട്ട് വഴി, അവർ നടന്നിട്ടുണ്ടായിട്ടുള്ള ആ വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് മേലെ വെളിച്ചം കാണണ്ടെങ്കിൽ ആ ഒരു വെളിച്ചം നമ്മൾ കാണണം. എത്ര മിനിറ്റ് കൊണ്ട് ആ വെളിച്ചത്തേക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. അന്ന് നമ്മൾ കേട്ടിരുന്നത് നരികളുടെ ശബ്ദമായിരുന്നു. അവരുടെ ശബ്ദം കൂടുതലായിട്ട് കേട്ട ഭാഗം നോക്കിയിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്തപ്പോൾ അവർക്ക് ശബ്ദം ഉണ്ടാക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിടന്നുറങ്ങാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടാവും. അത് ലക്ഷ്യം വെച്ചിട്ട് നമ്മുടെ യാത്ര ട്രക്കിങ് കഠിനം. പേടിയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പേടിയുണ്ട്. നമ്മുടെ മനസ്സിൽ പേടിയൊക്കെ വരുന്നത്. ഞാൻ അത്ര വലിയ ധൈര്യശാലിയൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഇതൊക്കെ വള്ളി അല്ലേ. കുറച്ച് ദൂരം കയറിയപ്പോഴേ ഇതുപോലത്തെ ഒരു കുണ്ട് കണ്ടു. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ട് പോന്നിട്ടുണ്ട് നമ്മൾ. കണ്ട ഒരു 1/4 ഭാഗം. ഇനി അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ എന്താ വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് എത്രത്തോളം കുത്തനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാറില്ല. അതെനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ കുണ്ട് കണ്ടു എന്ന് പറഞ്ഞില്ലേ. ഈ ഒരു കുണ്ടിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ കാൽപ്പാട്. അതായത് ഈ കാൽപ്പാടുകളെ ഇതൊക്കെ എന്തോ മൃഗങ്ങളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണ് അല്ലേ. ഇവിടെയൊക്കെ കണ്ട മനുഷ്യൻ്റെ കാൽപ്പാട് ഇല്ലല്ലോ ഇതിൽ. അയ്യോ കൊയിഞ്ഞി സൗണ്ടൊക്കെ പോയി. അതായത് കുറച്ച് മേലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ല വിറക്, നല്ല കനുള്ള നല്ല വിറക്. പക്ഷേ നമുക്ക് മേലേക്ക് അതും കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല. മേലേക്ക് എത്തിട്ട് ചെമ്മനെ കൂടെ എന്താ നടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ്. പേടിക്കുന്നുണ്ട്. ഒരു നായ ആയാൽ മതിയായിരുന്നേ. ചുറ്റിനും നിശബ്ദത തന്നെയാണ്. ഈ കിളികളുടെ ശബ്ദവും ആ തൊട്ടപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ ചെമ്മലയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുമല്ലോ ശബ്ദം. അങ്ങനത്തെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ ഇരുട് പോലും ആവാത്ത നേരത്തെ എന്താണ് അത് വേറൊന്നും ആവില്ല. ചിലപ്പോൾ ഈ അരണകളുണ്ടല്ലോ, അരണകൾ ഈ പുല്ലിക്കൂടെ പോയുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാറ്. അതാവാം. ഭഗവാനെ വീണ് കഴിഞ്ഞത് 5 ലിറ്ററിൻ്റെ ക്യാനാണ്. ഇതിനൊക്കെ എപ്പോഴാണ് നല്ല വെയിറ്റ്. വീണാലേ
പോയി. ഞാൻ മറന്നൊരു സംഭവം തരാം, ഷൂ എടുത്തിട്ടുള്ള ഷൂ എടുത്തിട്ട് ഇതിനൊക്കെ ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ചെങ്ങവരെ സൂര്യപ്രകാശം, ഞാൻ അത്യാവശ്യം ടോപ്പൊക്കെ എത്തി. ഇവിടെ നിന്നൊക്കെ ചെമ്മലേന്ന് ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഉണ്ടാ എന്തേലും ആട്ടെ, മൊത്തം ഒരുപാട് കയറി പോകുന്നു കേട്ടോ. ഓ ഇവിടെ നിന്ന് തന്നെ താഴത്തേക്കല്ല വ്യൂ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇനി കുറച്ചും കൂടി കയറാണ്ട്. ഞാൻ ഇപ്പോൾ നിന്നതേ ഈ നായ്ക്കളുടെ ഫുഡല്ലത് അല്ലേ, നായ്ക്കളുടെ കണ്ടിട്ട് നായ്ക്കളുടെ പോലെ എനിക്ക് തോന്നുന്നത്. നായൻ്റെ ഫാമിലി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കണ്ടാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അലമ്പാക്കിൻ്റെ ഒരു പാടുണ്ട്. ഇവിടെ മാത്രമല്ല അതിലൊക്കെ നായനെയാണ് കരുതുന്നത്. നായനാണ്ട ചെറിയ കുളമ്പ ചെറിയ കാലൊക്കെ ഉണ്ടല്ലോ കണ്ടാ. നായാവാം. ഇനി നമുക്ക് ഇവിടെ എന്താ, ഇവിടെയൊക്കെ ഉറുണ്ട് മറിഞ്ഞിട്ടുണ്ട്. എന്താല്ല ഇത് ഒരു ടൈറ്റ് കാടാണ്. കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വൻ വൃക്ഷങ്ങളുള്ളത് മാത്രം കാടായിട്ട് കണക്കൂട്ടരുത്. ഇതൊക്കെ കാട് തന്നെയാണ്. ഇതിൽ വലിയ വലിയ മൃഗങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ഏജന്തുക്കളായ എല്ലാ ജന്തുക്കളും ഇതിലുണ്ട്. പിന്നെ ഈ പറഞ്ഞപ്പോൾ ഈ കണ്ടത് നായ്ക്കളെ തന്നെ ആവണം എന്നാണ് ഞാൻ കരുതുന്നത്. നായ്ക്കൾ തന്നെ ആയിരിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്. ഇതിലിങ്ങനെ വഴിയും കാണാം. ഇതുവഴി ഒന്ന് പോയി നോക്കട്ടെ. ചെങ്ങൈമാരെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളങ്ങോട്ട് കുറച്ച് പോയി, ശരി അവിടെ വഴിയൊന്നുമില്ല, അതിലെങ്ങോട്ടേക്ക് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ചു. വഴിയായിട്ടില്ലേതേ, കുറച്ചുള്ളത്. വഴിയായിട്ടല്ലെങ്കിലും ഉണ്ടാവില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം വഴികളൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. പക്ഷെ ഇതിലേ കണ്ട ഇതൊക്കെ പിന്നെ മനുഷ്യന്മാർ നടന്നിട്ടുള്ള വഴി തന്നെ കേട്ടോ, അല്ലാത്ത വഴിയൊന്നല്ല, മനുഷ്യന്മാരുടെ വഴിയാണ്. വീണ്ടും നമ്മൾ എവിടേക്ക് എത്തിയറിയോ, ഒരു റബ്ബറും കാട്ടേക്ക് തന്നെ എത്തിക്കണം. ഇത് എങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകുന്ന അറിയില്ലാണ്ടാ, ചുറ്റിനും റബ്ബറാണ്. ഇതെവിടേക്കാണ് കുറേ നേരം നമ്മൾ നടക്കണം അല്ലേ. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, വെള്ളം കയ്യിലുണ്ട്, എടുത്ത് കുടിച്ചാൽ മതി. സ്പോട്ട് എത്തിയിട്ട് സമാധാനത്തോട് കുടിക്കുമ്പോൾ ഒരു രസമാണ്. സ്പോട്ട് എവിടെ അറിയില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെ സ്പോട്ട് ഉണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് സർവേ കല്ലുകൾ കാണാം, അതിര് തിരിച്ചിട്ടുള്ള കല്ലുകളെ. അതിര് തിരിച്ചപ്പോൾ ഒരു അതിര് കഴിഞ്ഞു, അടുത്ത അതിരിക്കാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിലാണെങ്കിൽ നടന്നിട്ട് ആകെ ഈ ഉന്നക്കായൊക്കെ മേത്ത് കൂടെ ആകെ പിടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് അമേസിങ്. ഞാൻ ഇതുപോലത്തെ സ്ഥലമൊക്കെ തന്നെ കരുതുന്നതേ. ഓ എൻ്റെ മക്കളെ കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. നമുക്ക് ടെൻ്റ് അടിച്ച് സുന്ദരമായിട്ട് കിടക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. കുറച്ച് സേഫായിട്ടും കൂടി ഒക്കെ തോന്നുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ചെമ്മലയിലൂടെ ഓരോ നടക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്ക്, അതുകൊണ്ട് വേഗം ഐഡൻറ്റിഫൈ ചെയ്യേ വേഗം മനസ്സിലാവുമല്ലേ നമുക്ക്. അതുകൊണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ അക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതിപ്പോൾ ആരും ഇവിടെ വന്ന് കുയ്യുത്തിയതല്ല, ഏതോ മൃഗം വന്ന് ചെയ്തതാണ്. ഓ ചങ്ങേമര, അപ്പോൾ അതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. നമ്മളിത് ഫിക്സ് ചെയ്ത് എൻ്റെ ഓർമ്മയിലുണ്ട് ഇതുപോലെയൊക്കെ ഒരു സ്ഥലം. ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ ഓർമ്മയത്തെ സ്ഥലം, വേറെ ആയിരുന്നു. പക്ഷേ എങ്കിൽ എന്നാലും ഈ ഒരു സ്ഥലം ഓക്കെ അല്ലേ. എന്ത് മനോഹരമായിട്ടുള്ളൊരു പാറ, ചുറ്റും പച്ചപ്പ് ഉണ്ടാ. ആഹാ, അതിമനോഹരം. ഈ പുല്ലൊക്കെ കണ്ടങ്ങൾ എന്താ ഗോൾഡൻ കളറിലിങ്ങനെ നിൽക്കുവാണ്, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ നടുക്കൊരു പാറ. ഇവിടുന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ആഹാ, ഇവിടെ എവിടെ വേണം എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഈ പാറയിൽ അടിക്കണോ, ഇവിടെ പിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പിച്ച് ചെയ്യാം, ഇവിടെ പിച്ച് ചെയ്യണ്ട, ഇവിടെ പിച്ച് ചെയ്യുമ്പോൾ കയമയാണ്. ആഹാ, സ്വർഗം പോലൊരു സ്ഥലം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ. ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ നല്ല വ്യൂടാ. ഓ ഇതിന് താഴെ ഭാഗത്തൊരു പാറയും കൂടി ഉണ്ടാ. ആഹാ, അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. താഴെ ഭാഗത്താക്കുന്ന ഒരു പാറയും കൂടി കാണുന്നു, അതും കൊള്ളാലോ. വാവ്, അടുത്ത ക്യാമ്പിങ് നമുക്ക് വേണമെങ്കിൽ അവിടെ ചെയ്യാം. ഇന്ന് നമുക്ക് എന്തായാലും ഇവിടെ ചെയ്യാം അല്ലേ. അത് സ്ഥലം നമുക്ക് ആദ്യം ഈ സ്ഥലം ഒന്ന് പരിചയപ്പെട്ടു നോക്കുക. സ്ഥലം പരിചയപ്പെടാനൊന്നുമില്ല, ഇത്രയും ഏരിയ ഫ്രീ ആയിട്ട് കിടക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ ഒക്കെ ഇത് വരുവാണെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ താഴെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് സീനുള്ളൂ. അപ്പോൾ നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഇത് എന്തിൻ്റെ കഷ്ടമാണ്, ഇത് എന്തിൻ്റെ കഷ്ടമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും, എന്ത് ജന്തുവിൻ്റെയാണോ ആവോ. എന്തായാലും ഫ്രഷ് ഒന്നുമല്ല, ഒരാഴ്ച പഴക്കമുണ്ടോ കണ്ടിട്ട്.
ഇവിടെ ഇവിടെ ഇങ്ങനെ ആക്കല്ലേ, ഇവിടെ കുറച്ച് നിരന്ന സ്ഥലമാണ്, അടിപൊളി. ഇവിടെ ഫിക്സ് ചെയ്ത് നമ്മള് പഴയ ഓർമ്മകളല്ലേ. ഇതെന്റെ 15 വർഷം മുമ്പുള്ള ഒരു ഓർമ്മയിലാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് ഞാൻ. മനസ്സിലായോ? മുമ്പൊക്കെ നമ്മളിങ്ങനെ ഈ പൊട്ടിത്തെറിച്ച് നടക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് എത്തിയ സ്പോട്ടുകളാണ് ഇതൊക്കെ. തോള് ഡീപ്പ്. നൈറ്റ് എന്താ അവസ്ഥ ആവല്ലേ? നൈറ്റ് തന്നെ അറിയുള്ളൂ. എൻ്റെ പാൻറ്റിൻ്റെ ഒരു അവസ്ഥ കാണുന്ന ഞങ്ങൾക്ക്. കണ്ട ഈ സാധനം, ഇതൊക്കെ എങ്ങനെ പോയി? ഇതൊക്കെ മേലിന് പോകണം, എന്നാലല്ല, അല്ലെങ്കിൽ ഇതൊക്കെ കുത്തും മേലിൽ. അവിടെ മാത്രമൊന്നുമല്ല, ഇതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ്. ഓ മൈ ഗോഡ്. ഇന്നത്തെ നമ്മളുടെ നൈറ്റ് ചെങ്ങന്മാരെ നമ്മൾ ഇവിടെയാണ്. ആരാണ് നമ്മൾക്ക് വില്ലനായിട്ട് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ശാന്തസുന്ദരമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പല ഒളിഞ്ഞു നിൽക്കുന്ന അപകടങ്ങളുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നന്നായിട്ട്. ഓക്കെ, കുറേ നേരമായിട്ട് അതിലെങ്ങനെ ഈ നടന്നു പോകുന്ന സൗണ്ട് മനുഷ്യനല്ല, അത് ഉറപ്പാ. എൻ്റെ ആയുധം ഇതൊക്കെയാണ്, നല്ല കല്ല്. ഒന്ന് പോയി നോക്കിയാലോ നമുക്ക്. ബാക്കി വരുന്നിടത്ത് വെച്ച് ഓൻ ഇരുട്ടത്തും ഓൻ വരും. ഇരുട്ടത്താകുമ്പോൾ നമുക്ക് ഏറെ പേടിയേക്കാരം. ഇപ്പോൾ വെളിച്ചത്താണ്. ഓനോ ഞാനോ പാക്കളാവും. അവിടെ കാൽപ്പാട് കണ്ടതാണ് നമ്മൾ. അത് നായ തന്നെ അല്ലേ നമുക്കറിയില്ല. കത്തി മാത്രമേ എൻ്റെ കജ്ജിലുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ആരും ഉണ്ടോ? ഈ ഒരു ഭാഗം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്തെങ്കിലും ഇനി ഐറ്റംസ് ഇതിനകത്തുണ്ടോ? ഇതിൻ്റെ അകത്തുനിന്ന് കേൾക്കണം. അപ്പം നമുക്ക് കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ നമുക്ക്. എന്ത് സാധനം ആവട്ടോ. പക്ഷെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. ഞാൻ മൈക്ക് ഉണ്ടായതുകൊണ്ട് നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. പക്ഷെങ്കിൽ ചൊറല്ല, വലിയ ഐറ്റല്ല. എനിക്ക് തോന്നുന്നു ഈ ചെമ്മലപ്പട്ട. ഞാൻ കഴിഞ്ഞ ഇതിൽ വന്നെന്ന് പറഞ്ഞിരുന്നു കാട്ടുകോഴികളുണ്ടെന്ന്. അപ്പം അവരിപ്പോൾ എന്തായാലും ഇങ്ങനെ ചകഞ്ഞിങ്ങനെ കാട്ടുകൂടെ നടക്കുള്ളൂ. അപ്പം അവരാവാനാണ് സാധ്യത. എനിക്ക് കാരണം അത്രയും ചെറിയ ഹൈറ്റിൽ ഉള്ളൊരു ജന്തുവാണ്, ഒരു ജീവിയാണ്. അല്ലാതെ വലിയൊരു ഹൈറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു ജീവിയല്ല. ഏതായാലും അത് മതി. നമ്മളെന്താ വെച്ചാൽ നമ്മളുടെ മൈൻഡ് തിരിഞ്ഞു കഴിഞ്ഞ് അതാണ് പറയുന്നത്. അപ്പോൾ ഇന്നപ്പോൾ നമുക്ക് ചെമ്മലപ്പട്ടകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജാലി മലയാക്കാം അല്ലേ? ടെൻ്റ് ഇട്ടാലാ. ഏതാണ്ടൊക്കെ സൺസെറ്റ് ആവാറായിട്ടാ. സൺസെറ്റ് ആവാറായി പറഞ്ഞാൽ ഇനി ഒരു 1.5 മണിക്കൂർ കൂടി. കുറച്ച് പുല്ല് വേണം നമുക്ക്. പുല്ല് എന്തിനാ വെച്ചാൽ ടെൻറ്റിൻ്റെ അടിയിലിടാനാ. പാറക്ക് കുറച്ച് കയമയുണ്ട്. അപ്പോൾ ടെൻറ്റിൻ്റെ അടിയിൽ കുറച്ച് വിരിച്ചാൽ ഇതൊക്കെ ഏതായാലും ഉണങ്ങി. ഇവരുടെ ജീവിതം അവസാനിച്ചിരുന്നു, ഉണങ്ങിയാണ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒരു കാട്ടുതീക്കൊക്കെ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനങ്ങളാണ്. എന്തിനേറെ നമുക്ക് ഉപകാരപ്പെടുന്നാണെങ്കിൽ എടുക്കുക അല്ലേ? അത്യാവശ്യം ഒരു കെട്ട് പുല്ലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൊണ്ട് നൈസായിട്ട് വിരിച്ചു നോക്കാം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് യോഗ മാറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ യോഗ മാറ്റ് ഇല്ല, ഞാൻ വാങ്ങിയിട്ടുമില്ല. വാങ്ങണം. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കരുതുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട്. ഓക്കെ, ഇവിടെ ചെറിയ രീതിയിലുള്ളൂ.
പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കിപ്പോൾ പുല്ല് കിട്ടിയത് കൊണ്ട് നമുക്കിത് ഇത്രയ്ക്ക് ചെയ്യാം. പുല്ല് കിട്ടാത്ത ടൈമൊക്കെ ആണെങ്കിൽ നമ്മളിത് അങ്ങനെ തന്നെ കിടക്കൂല. കാരണം അന്ന് പുഴക്കരയിൽ കിടന്നപ്പോൾ കല്ലുകൾ ഉണ്ടായിരുന്നു, പക്ഷേ സ്ലീപ്പിംഗ് ബാഗ് ഒരു വിധത്തിലുള്ളൊക്കെ സ്ലീപ്പിംഗ് ബാഗ് താങ്ങും. എന്നാൽ പിന്നെ പിച്ച് ചെയ്യാം അല്ലേ. ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടായിരുന്നു കരുതിയിരുന്നത്. അതായത് അങ്ങോട്ട് ഫ്രണ്ട് ആക്കുമ്പോൾ വിഷയം നമുക്കിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുമ്പോൾ അത് ടെൻറ്റിനടുത്ത് വെക്കണം. പിന്നെ അവിടെ ഒരു ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ ഇറക്കണം അങ്ങോട്ട് കുണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി. പൊസിഷൻ മാറ്റിയപ്പോൾ വേറൊരു സുഖം കൂടി ഉണ്ടായി. നമുക്കിങ്ങനെ കിടക്കാനുള്ള ഇതുണ്ടല്ലോ, നമ്മൾ ഇറക്കത്തിൽ കിടക്കാൻ പാടില്ല. തല ഭാഗം എന്തായാലും കുറച്ചൊന്ന് മേപ്പോട്ടായാലും കുഴപ്പമില്ലല്ലോ. ആ സിസ്റ്റത്തൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോട്ടാ. അതല്ല അല്ലേ. പിന്നെ എത്ര ദിവസം എനിക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഈ സാധനത്തിൽ അത്യാവശ്യം നല്ല കംപ്ലൈൻ്റ് ഉണ്ട്. എല്ലാം ഒരു നിമിത്തമാണ് ഉണ്ണി പറഞ്ഞില്ലേ. ഇത് ഇതിനകത്തേക്ക് ഏച്ചു കൂട്ടാൻ പറ്റുമെന്ന് അറിയില്ല. കാരണേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പുഴക്കരയിൽ നിന്നില്ലേ, അന്ന് ഇതിൻ്റെ ഈ കമ്പൊന്ന് പൊട്ടി. ഏച്ചൂട്ടി നിർത്തിയേക്കാണ് ഞാൻ. മനസ്സിലായോ? അവൻ്റെ മക്കളെ കഴിച്ചിലേക്കണേ. വലിയ കേടൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ടെൻറ്റാണ് നമ്മളെ ടെൻറ്റില്ലേ. നമ്മളെ ടെൻറ്റ് നമുക്ക് എന്തായാലും മാറ്റണത്. ഇതിപ്പോൾ നമ്മളുടെ എത്രാമത്തെ ക്യാമ്പിങ് ആയിരിക്കും? 5ാമത്തെ ക്യാമ്പിങ്ങോ. അപ്പം നമുക്ക് ടെൻറ്റൊക്കെ മുതലായിട്ടോ. 5 ക്യാമ്പിങ്ങിനെ കിട്ടിയില്ലെങ്കിൽ വരെ ഞാൻ മറന്നൊരു പരിപാടി ഉണ്ട്. അതെന്താ പറയുക, നിങ്ങൾക്ക് വിറകുണ്ടാക്കാൻ ഇപ്പം സമയം എത്ര? 5:45 എന്ന് പറഞ്ഞാൽ സൺസെറ്റ് ആയിട്ടില്ല. ഞാൻ കാണിക്കും നിങ്ങളെന്ന് മാക്സിമം. 5:45 കഴിഞ്ഞിട്ട് 5:47. എന്നാലും ചെറിയൊരു പൊട്ടുണ്ട്, അതൊന്ന് കാണിക്കാം. ഇപ്പോഴൊക്കെ ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പം തണുപ്പില്ല, പക്ഷേങ്കിൽ രാത്രി തണുപ്പായിരിക്കും. വേണ്ട, ഏതാണ്ട് സൺസെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി താന്നാൽ മതി. ഞാൻ വിറക് വെട്ടി വരുമ്പോഴേക്കും ആൾ താന്നു പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പോഴേക്ക് ഞാൻ വിറക് വെട്ടൽ നിർബന്ധമാണ്. എനിക്ക് ഒരു വെളിച്ചം ആവശ്യമാണ് വിറകുണ്ടാക്കാൻ. ഇല്ലാന്നാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. അന്ന് തന്നെ ഇതേപോലെ തന്നെ ആയിരുന്നില്ലേ. റബ്ബർക്ക് തന്നെ കയറണം നമുക്ക് വിറക് വല്ലതും കിട്ടണമെങ്കിൽ. ഇവിടെ നിന്നായിരുന്നു നേരത്തെ നമ്മളാ ശബ്ദമൊക്കെ കേട്ടത്. ചുള്ളിക്കൊമ്പുകൾ അത്യാവശ്യം ഉണ്ടായാലും നമുക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വാവ്, നല്ല കൊമ്പ്, നല്ല ഉണക്കുള്ള കൊമ്പ് കിട്ടിയോടെ. ആടാ മുടുകെ എണ്ണ കൊമ്പാല്ലേ, എണ്ണ കൊമ്പാടോ പോവേ. വാവ്, സൂപ്പർ. ഇതുപോലത്തെ ഒരു 3-4 കിട്ടിയാൽ മതി. വിറകിന് പഞ്ഞൊന്നുമില്ല കേട്ടാ. റബ്ബറും തോട്ടത്തിൽ വിറകിന് ക്ഷാമോ അങ്ങനെ ഉണ്ടാവോ? ഇതൊക്കെ വിറകല്ലേ, റബ്ബറിൻ്റെ കൊമ്പുകൾ. ഒരു ലോഡ് വിറക് വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോവാം. കാരണം ഇതിലൊന്നും വിറകുണ്ടാക്കാൻ ആരും വരില്ല. ഒന്നിലേറെ ഇത്രയും മേലേക്ക് കയറി വന്നിട്ട് വേണം വിറക് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആരും വരുന്നുണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെ തന്നോടല്ലേ, വെറുതെ ചുള്ളിക്കൊമ്പുകൾ നമുക്ക് ആവശ്യം. എന്ത് രസം, എന്ത് രസം, എന്ത് രസം, എന്ത് രസം. എമ്മ കൊമ്പളിയാ, അടിപൊളി. വള്ളി കൊണ്ട് കെട്ടിക്കൊണ്ടാവാൻ മാത്രം വിറകുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്കിവിടെ അറിയാമായിരുന്നു വിറകില്ലെങ്കിൽ ഒരു പേടി നടക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വള്ളി കൊണ്ട് കെട്ടിയിട്ടാണെങ്കിൽ വിറക് അത്യാവശ്യം കൊണ്ടുപോകാമെന്ന് കരുതുന്നത്. നല്ല കനലുള്ള ഒരു 3-4 കൊമ്പ് കിട്ടിയാണ്. പൊന്നു, അയ്യോ കൈ കടയാണ്. നമുക്ക് അന്ന് കിട്ടിയില്ല സൺസെറ്റ്.
ഇന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു ചുവപ്പ് കാണണ്ട. കാർമേത്തിനടിയിൽ പെടുകയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ നമ്മുടെ ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കൊമ്പും കൂടി കിട്ടണം. ഈ ലൈറ്റ് ഇപ്പോൾ പോവേ. കാര്യം എന്തൊക്കെയായാലും സമയം ഇരുടായി തുടങ്ങി. 6:10 ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സാധനം ബാഗൊക്കെ നൈസായിട്ട് ഉള്ളിലേക്ക് വെക്കാം. അയ്യോ എൻ്റെ ചങ്ങന്മാരെ, തളർന്നു. കുറച്ച് റെസ്റ്റ് എടുക്കാം നമുക്കല്ലേ. എത്ര നേരത്തെ വന്നിട്ടും കാര്യമില്ലേ. ഈ നേരമാകുമ്പോഴേക്ക് കാണാൻ നമ്മൾ ഒരു വെത്തപ്പാടേക്കാരം കുറച്ച് അർജൻ്റ് ആവും. ഭയങ്കരമായ കുക്കിംഗ് ഇല്ലെങ്കിലും നമുക്കൊരു അടുപ്പ് നിർബന്ധമാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കറിയാണ്, മീൻ കറിയാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. ഒരു അടുപ്പുണ്ടായാല ഗ്യാസ് ലാഭമാവും. എവിടെ വയ്ക്കും അടുപ്പിനെ? അടുപ്പ് ഇവിടെ ആയിക്കോട്ടെ അല്ലേ. ബാങ്ക് കൊടുക്കണ നേരമാണ്. താഴത്ത് നിങ്ങൾക്ക് ബാങ്ക് വിളി കേൾക്കണ്ടോ എനിക്കറിയില്ല. ചെങ്ങന്മാരെ താഴെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അല്ലേ ഒരു എന്താ പറയുക, ചെറിയൊരു മങ്ങലില്ലേ നിങ്ങൾക്ക്? ഒരു കോട കെട്ടി കിടക്കണ പോലെയൊക്കെ. അത്യാവശ്യം തണുപ്പ് ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താ അറിയില്ല. ഞാനിപ്പോൾ ചുറ്റുഭാഗം ഒന്നിങ്ങനെ നല്ല രീതിയിൽ ക്യാമറ ഹൈറ്റിൽ വെച്ചിട്ട് നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. കുഴപ്പമൊന്നുമില്ല, ഇരുടായിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ഇനി നമ്മുടെ ക്യാമ്പ് ഫയർ കാര്യങ്ങൾ സെറ്റ് ചെയ്യും. നാളെ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു വിഷയമുണ്ട് ഇവിടെ. കുറുനരിനെ നമ്മൾ അന്നല്ലേ കാണാത്തുള്ളൂ. ഇന്ന് മിക്കവാറും നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇവിടെ ഉണ്ടാവന്മാർ ദാ ഈ കറക്റ്റ് സ്പോട്ടിൽ ആൾക്കാരുണ്ട്. സൗണ്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ സാധാരണ കിടക്കുന്ന ഒരു പാറയാണ് ഈ ഒരു പാറ. ഈ ഒരു പാറയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്യാമ്പ് ഫയർ റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ്. അവന്മാർ വരട്ടെ. അവന്മാരായിട്ട് നമ്മൾക്ക് ഫൈറ്റിങ് ഉണ്ടാവും എനിക്കറിയില്ല. ഫ്രണ്ടിൽ ഈ 2 ലൈറ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ച് പണിയായി എന്നുള്ളതുണ്ട്. ഏതായാലും മൊത്തത്തിൽ ഇരുടായി. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒന്നല്ല. ഓടി ബാബക്കുള്ള ടൈമായിട്ടുണ്ട്. ഓടി ബാബ ഈസ് റെഡി. ഓടി ബാബ വന്നാൽ പിന്നെ ഇപ്പോൾ അവിടെ ആരുണ്ടെങ്കിലും അവനെ പെട്ടെന്ന് കാണും. ഓടി ബാബ റെഡി. ഓടി ബാബനെ നമുക്ക് അങ്ങ് ലോങ് പഠിക്കണം. ഇല്ലല്ലോ, ഇല്ലേ, ആരും ഉണ്ടാവില്ല. നോ നോ നോ. ഓക്കെ. പിന്നെ ഇതിൽ വല്ല ഇഴജന്തുക്കൾ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനൊക്കെ പറ്റും. മരത്തുമാരിലുണ്ടോ? മാനത്തെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ. എന്നാൽ പിന്നെ കുക്കിംഗ് നോക്കിയാൽ നമുക്ക്. സമയം അധികമൊന്നും ആയിട്ടില്ല, 7 മണി ആവണം. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടി അത് തീർന്നാൽ അത് തീരും. ഇത് കുറച്ച് കപ്പയാണ്. അപ്പോൾ കപ്പയൊന്ന് പിഴുങ്ങിയെടുക്കാം. കപ്പനെ പിഴുങ്ങാതെ നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു കൂട്ടാൻ വെപ്പുണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. ഇവിടത്തെ വേറൊരു രസം നിങ്ങൾക്ക് ചെണ്ടോ, ഇവിടെ ചെമ്മലിൻ്റെ സൗണ്ട് കിട്ടും. അപ്പം അങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചു നോക്കാം പെട്ടെന്ന് തന്നെ. നോ 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 നോ. ഇവിടെ അങ്ങനത്തെ വിഷയം മാത്രമോ? ഓക്കെ. അപ്പോൾ കപ്പ ക്ലീനിങ് ആണ്. ആകെ ഒരു 1.5 കഷ്ണം കപ്പ ഉള്ളൂ, മതി, നമ്മളൊറ്റക്കല്ലേ. ഇനി അടുപ്പിനൊന്ന് ശരിക്ക് കത്തിക്കണം. ക്യാമ്പ് ഫയർ മാറ്റിയിട്ട് അടുപ്പാക്കിയിട്ട് മാറ്റണം. ഇപ്പം അടുപ്പ് തന്നെ കത്തുന്നത്, പക്ഷേങ്കിൽ തീയൊന്ന് നല്ല രീതിയിൽ കത്തുന്ന രീതിയിലാക്കിയിട്ട് മാറ്റണം, ചെറിയ ചെറിയ കമ്പുകൾ വെച്ചിട്ട്. അടുപ്പിലേക്ക് നമ്മളുടെ കപ്പനെ വെച്ചു കൊടുക്കാം. വിറക് തടയുന്നുണ്ട്. വെള്ളം ഒഴിക്കാം. ചെങ്ങൈമാര ആ ഭാഗത്ത് കുറച്ച് റബ്ബറാണ്. അതായത് ഈ കാണുന്നത് റബ്ബറിൻ്റെ കുറച്ച് ഏരിയ ആണ്, കുറച്ച് അപ്പുറത്ത്.
അപ്പൊ അവിടെ നിന്ന് ഇവന്മാരിങ്ങനെ ചെമ്മലേ കൂടെ ചവിട്ടി ഇങ്ങനെ നടക്കുമല്ലോ. അവിടെ പോയി പൊട്ടിച്ചാലോ? ഇങ്ങോട്ട് വരുമോ ഭഗവാനെ? ഇവിടെയാണ് നമ്മുടെ പരിപാടി. പാമ്പ സെറ്റപ്പടാ. നിങ്ങൾക്ക് കേൾക്കുണ്ടാവല്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യത കുറവാണ്. ഇന്ന് അവന്മാര് കൂക്കണ്ട ആ സൈഡിൽ നിന്നാണ് നിൽക്കണ്. എങ്ങനെ അറിയോ? കൂ 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 അങ്ങനെ. നമ്മളെന്താ വെച്ചാല് കറി വെക്കാനുള്ള ഐറ്റംസ് മീനാണ്. മീന് കവറിലാണ് കൊണ്ടുവന്ന്. മീനൊക്കെ കേട് വന്നാവോ? ഇവിടെ ഇരിക്കുമ്പോൾ ഈ നേരം വരെ ഇരുടാവണതിൻ്റെ മുമ്പും കേട്ട സൗണ്ടുണ്ട്. എന്നാലും ഇരുടായിട്ട് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് ഒന്ന് കുറുക്കന്മാരുടെ സൗണ്ട് നമ്മൾ കേട്ടല്ലോ, കുറുനരികളുടെ ജാക്കോളുകളാണ്. ഓക്കെ, അപ്പോൾ അവരുടെ സൗണ്ട് കേട്ടു. അതുപോലെ തന്നെ ഈ ചെമ്മലയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പറഞ്ഞാൽ എന്തേലും ജന്തുക്കളായിരിക്കാം. അപ്പം അവരിങ്ങനെ ഉഷാറായിട്ട് നടന്നങ്ങനെ പോകും. നമ്മളെ അടുത്തുള്ള ഈ ഒരു കാട്ടുകൂടെ വരെ നടന്നു പോയി. താഴെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നല്ല സൗണ്ട് കേൾക്കും. അതായത് താഴത്തു നിന്ന് ഇങ്ങോട്ട്. ഇതിൻ്റെ സൗണ്ട് ഇപ്പം എന്തായാലും കേൾക്കൂല. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഒരു 10 അടി അപ്പുറം ഇതിൻ്റെ സൗണ്ട് ഇല്ല. ഞാൻ പതുക്കെ സംസാരിക്കണുള്ളൂ. ഏതായാലും ഉള്ളിയും തക്കാളിയും പറഞ്ഞ മാതിരി പച്ചമുളക് എല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട്. നമ്മുടെ കപ്പസാറ് എന്താ ഉടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് അല്ലേ? കപ്പസാറ് വെന്തിട്ടുണ്ട്. കപ്പസാറിനെ ഒന്ന് ഇറക്കി വെക്കാം. നമുക്ക് ഇറക്കാം. ഇവന് അത്യാവശ്യമായിട്ടുണ്ട്. ഇവനെ ഇറക്കാൻ എൻ്റെ കയ്യിൽ ഈ ചൂട് പിടിക്കാൻ മാത്രം ഉണ്ടൊരെണ്ണുണ്ട്. അതിനകത്താണ്. ഇതെന്നെ മതിയല്ല. നമ്മൾ തൊട്ടപ്പുറത്ത് കൂടെ ആരോ നടക്കുന്നുണ്ട്. ഈ ചെമ്മലിൻ്റെ സൗണ്ട് നമുക്ക് അത് ഭയങ്കര സംഭവമില്ല. അതൊക്കെ ഇഷ്ടമായി. എന്തായാലും ഈ ചെമ്മലിൻ്റെ സൗണ്ട് നമ്മൾക്ക് ആളുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളല്ല, നമുക്കിതിൽ ആരോ എന്തോ ഒന്ന് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരാനും മനസ്സിലാക്കാനും പറ്റും. അപ്പം നമ്മളുടെ മീൻ ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. കഴുകി ഉഷാറാക്കിയിട്ട് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് കഴുകാനൊന്നുമില്ല. നമ്മളുടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. ഇത് നമ്മൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉണ്ട് ഇതിൽ. പച്ചമുളകൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഇത് കുറച്ച് കറിവേപ്പില, ഉലുവയാണ്. ആദ്യം അതാട്ട് കൊടുക്കാം. ഓക്കെ, അത് പൊട്ടി. ആഹാ, എണ്ണയൊക്കെ വേഗം വറ്റിപ്പോയി. കാരണം എന്താ വെച്ചാൽ നല്ല തീയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി തന്നെ. ഉപ്പും മല്ലിയും മുളക് മഞ്ഞൾ എല്ലാം ഇതിലുണ്ട്. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് മതിയാവും തന്നെയാണ് കരുതുന്നത്. ചെറുതായിട്ട് കരിഞ്ഞോന്നൊരു ഡൗട്ട്. ഓക്കെ, ഈ 3 കഷ്ണം സൂതയുള്ള നമ്മുടെ അടുത്ത്. അതാണ് നമ്മൾ കറിയൊക്കെ വേണ്ടി പോകുന്നത്. നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിടാം. ഇതിലേക്ക് പുളി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നൈസായിട്ട് നമ്മളുടെ 3 പീസ് മീനിട്ട് കൊടുക്കാം. ഈ കവറൊക്കെ നാളെ നമുക്ക് കിട്ടണം കേട്ടാ. സംഗതി കൊള്ളാല്ലേ. ഒന്നങ്ങോട്ട് മുക്കി കൊടുക്കാം. ഓടി ബാബ ടൈം ആയിട്ടുണ്ടല്ലേ? ഓടി ബാബ ടൈം ആയിട്ടൊക്കെ ഉണ്ട്. ഇല്ലേ, വിഷയമൊന്നുമില്ല. നമ്മളപ്പം കേട്ടിരുന്ന ആ സൗണ്ട് പിന്നെ കുറുക്കന്മാരോ ഒളിയുടെ അങ്ങനത്തെ ഒന്നുമില്ല.
എനിക്കിവിടെ ശല്യമായിട്ട് തോന്നുന്നത് എന്താ പറയുക, എനിക്ക് ഒരു പേടിയായിട്ട് തോന്നുന്നത് ഈ കാറ്റടിക്കുമ്പോൾ ഈ ചെമ്മലകളുടെ ഇലകളുണ്ടല്ലോ തമ്മിൽ വരണ്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന ശബ്ദം, അതിങ്ങനെ വീഴുന്ന ശബ്ദം, അതൊക്കെയാണ് എനിക്കിവിടെ പേടിയായിട്ട് തോന്നുന്നത്. പേടിക്കേണ്ട വിഷയമല്ല അത്, പക്ഷെ എന്നാലും നമുക്കതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എൻ്റെ എല്ലതും ആയിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്, ഫുഡ് ആയിട്ടുണ്ട്, എല്ലാം ആയി. അമ്മ വിളിച്ചിരുന്നു ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നാളെ വല്യച്ഛനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇപ്പോൾ വണ്ടി നമ്മൾ പുറത്തുനിന്നൊരു വണ്ടി വിളിക്കും, ഭയങ്കര ചിലവാണ്. നമുക്ക് പിന്നെ ഒരു ദിവസത്തെ നമുക്കൊരു എണ്ണ ചിലവല്ലേ വരുള്ളൂ എനിക്ക്. അപ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഏതായാലും നാളെ രാവിലെ നമുക്കിവിടുന്ന് നേരത്തെ എണീക്കേണ്ടതുണ്ട്, നേരത്തെ പോവേണ്ടതുണ്ട്. അപ്പോൾ സൺറൈസ് കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാളിപ്പോൾ ഇങ്ങനെ കൂ എന്ന് പറഞ്ഞിട്ട് കൂക്കി, നമ്മൾ ഒറ്റയടിക്ക് റീപ്ലേ കൂക്കരുത് എന്ന് പറയും പണ്ടൊക്കെ. കുട്ടിയായിരിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇന്ന് ഞാനാ തുടക്കം വെക്കാൻ വേണ്ടി പോണ്. ഒന്ന് കൂവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് റീപ്ലേ വല്ലതും വരുമെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. No reply. Last one. സൗണ്ട് ഉങ്ങിപ്പോയി ഒന്നുകൂടി. നോ റീപ്ലൈ. റീപ്ലൈക്കുള്ള ആൾക്കാരൊന്നും ഇല്ലേ, അതാണ്. എന്താ ചൂട്, നല്ല കനൽ. ഇന്നാണ് ശരിക്കും ചിക്കൻ പൊള്ളിക്കണ്ടേ. ഈ റബ്ബറിന് നല്ല കനലുണ്ടാവും കേട്ടോ. സമയം 8:45 കേട്ടോ. കുരങ്ങന്മാരുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. കുരങ്ങന്മാരുടെ സൗണ്ട് ഉണ്ട്. അതായത് ഇവന്മാര് നൈറ്റില് എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് സൗണ്ടുകൾ ഉണ്ടാക്കും. അപ്പൊ അത്തരത്തിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് കേട്ടാ. എന്താ നമുക്ക് എന്താ ധൈര്യമുള്ളത്? എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കണേ? നിങ്ങൾക്ക് വല്ലതും അറിയോ? ഈ കാണുന്ന ടെന്റോ, അത് ഈ തീയോ, ഈ ലൈറ്റോ, ഇതിപ്പോ ഓഫാകാൻ പോണ ഈ ലൈറ്റോ, ഇതൊക്കെ ആകെ 2 മണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ, അതിനപ്പുറത്തേക്കൊന്നും ഈ ഒരു ലൈറ്റ് നിൽക്കൂല. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ധൈര്യം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും, കമൻറ്റ് നിങ്ങളുടെ എന്തെന്നെ അഭിപ്രായം ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ചെങ്ങാമര ഇത് കപ്പ, ഇത് മീൻ, കപ്പയും മീൻ കറിയും. കണ്ടിട്ടില്ലേ? കണ്ടോളേ. കാണൂല അല്ലേ? ലൈറ്റ് വേണ്ടായിരുന്നുണ്ടെങ്കിൽ നൈറ്റാണത്. എന്താ അടിപൊളി കൊണ്ടിരുന്ന സാധനം. അങ്ങനെ മുക്കിയിട്ട് അത് വേറെ ലെവല്. അത് കറി ആർക്കും ബാക്കിയാക്കാല്ല, എനിക്ക് ഒറ്റക്ക് തിന്നാളാണ്. കറി ഓവറായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ കഴിയണ പോലെ തിന്നാം. എനിക്കൊന്ന് ഈ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ. എന്തൊക്കെയായാലും സമയം ഒരുപാടായി. പാത്രങ്ങളൊന്നും ഞാൻ ഉള്ളിലേക്ക് വെക്കണല്ലോ കേട്ടോ. പാത്രങ്ങൾ വെക്കണില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ട് ഇവിടെ പുറത്ത്. ഈ ഒരു കത്തി ഇത് നമ്മൾ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്.
നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ വെള്ളം വയ്ക്കാം. കാരണം നമുക്ക് രാത്രി വെള്ളം കുടിക്കേണ്ടി വരും. ഓടി ബാബ സ്കാനിങ് ആണ്. നമ്മൾ ഏതായാലും കിടക്കാൻ വേണ്ടി പോവല്ലേ, ആരിലൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി പറ്റും. ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. തീയൊക്കെ നമ്മൾ കെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം തീയൊക്കെ കെടുത്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ചന്ദ്രല്ല പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും നമ്മളിങ്ങനെ സെറ്റാണ്. നമ്മുടെ ബാഗ് ഇതിലൊന്നുമില്ല. സാധനങ്ങളൊക്കെ എടുത്തു. ഇതാണ് നമ്മളെ തലേന്നപ്പിലോ. ഓക്കെ, ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. എന്നാ പിന്നെ ഞാൻ തന്നെ കിടക്കുവാണ്. ഈ ഒരു വീട് വൈൻഡപ്പല്ല, രാവിലെ നേരം വന്നിട്ട് കാണാം. നമുക്ക് നേരത്തെ പോകണം ഇവിടുന്ന് പറഞ്ഞ പോലെ. എന്തൊരു സൗണ്ട് കേൾക്കുന്നത്? എന്തിൻ്റെ സൗണ്ടാണ്? ഒരു പക്ഷീൻ്റെ സൗണ്ട് ആണ്. നീക്കാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇന്നലെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. 6:15 നീക്കലേറ് വന്നു. സൂര്യനുദിച്ചില്ല, സൂര്യനുദിക്കുന്നേ ഉള്ളൂ. ഓ പൊന്ന് ചങ്ങന്മാരെ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടുള്ള, ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, ഒന്ന് വെളിച്ചം വരട്ടെ എഴുതി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്ന സ്ഥലം ക്യാമ്പ് ഫയറൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് കിടന്നത്. നമ്മുടെ പാത്രം ഒന്നും കഴുകാതെ വെള്ളം നമ്മൾ കൊണ്ടുവരലില്ല, അപ്പോൾ കഴുകിയിട്ടില്ല ഒന്നും. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയുണ്ട്. ഇവിടെ രാവിലെ തന്നെ നല്ല പക്ഷികളുടെ ശബ്ദമാണ്. പക്ഷികൾ ഏറെക്കുറെയൊക്കെ ഈ പുല്ലിൽ ഇറങ്ങി, ഈ ചമ്മലെ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ഉണ്ട്. അതായത് അതിലൊക്കെ നല്ല കോടമഞ്ഞൊക്കെ കാണാം. ഞാൻ അതിന് മുമ്പും പറഞ്ഞിരുന്നു, നമ്മളവിടുത്തെ ചെറിയ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ചെങ്ങന്മാരെ തണുക്കുന്നുണ്ട്, വിറയിലുമുണ്ട്. സൂര്യനിങ്ങനെ ഉദിക്കുന്നത് പോലെ ഉദിച്ചിട്ടില്ല, ആളെ കാണാനല്ല. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് സൺറൈസ് വ്യൂ കിട്ടൂല. നമുക്ക് പോകുമ്പോൾ കിട്ടുവാണെങ്കിലേ ഉള്ളൂ. പക്ഷേങ്കിൽ പോകുമ്പോഴേക്ക് എനിക്ക് ടൈമില്ല. ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല തണുപ്പുണ്ട്. ഓ തണുത്തിട്ട് അയ്യോ, ഇന്നലെ രാത്രി കിടന്നപ്പോൾ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഫുള്ള് ഇട്ടിട്ട് അന്നേരം കിടന്നത്. ഇന്നലെ മാത്രമാണ് അങ്ങനെ കിടക്കുന്നത്. ഇതുവരെ അങ്ങനെ ഫുള്ളായിട്ട് ഇടേണ്ട സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഇവിടെ കിടന്നപ്പോൾ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പറയുവാണെങ്കിൽ, കാര്യമായ രീതിയിലുള്ളൊരു പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ചെമ്മലയിലൂടെ നടക്കുന്ന ശബ്ദമാണ് നമുക്ക് ഇന്നലെ ഭയാനകമായിട്ട് തോന്നിയത്. കുറച്ച് എന്താ പറയുക, ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവർ നടക്കുമല്ലേ, നടക്കുന്നത് മാത്രമല്ല ഇതൊക്കെ കൊമ്പുകളും ചുള്ളികളും ഒക്കെ വീഴുന്നതൊക്കെ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് കേൾക്കുമ്പോൾ നമ്മൾക്കതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അല്ലാതെ പിന്നെ കുറുക്കന്മാരുടെ ശബ്ദമോ മറ്റുള്ളവരുടെ ശബ്ദമോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചെങ്ങന്മാരെ എല്ലാ സാധനവും പാക്ക് ചെയ്ത് ബാഗിൽ റെഡിയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും പരിപാടിയൊന്നുമില്ല. എനിക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഇറങ്ങാണ്ട്, ഒരു 10 മിനിറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഒരു മനോഹരമായുള്ള സ്ഥലത്തോട് വിട പറയുകയാണ്. ഇനി ഒരിക്കൽ വിധിയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇനിയും ക്യാമ്പ് ചെയ്യണം. ഇവിടെ അടിപൊളിയാണ്. ഇവിടുത്തെ അന്തേവാസികളാണ് നമ്മൾക്ക് വലിയ സപ്പോർട്ട് തരുന്നത്. കാരണം അവരേറെക്കുറെ നമ്മളെ പേടിപ്പിക്കാതെ നിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിലെങ്ങനെ സൂര്യൻ്റെ വെട്ടം കാണുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്. നിങ്ങൾ ആ ഒരു കാഴ്ച കൂടി കണ്ടോളൂ കേട്ടോ. എന്താ ഒരു ചെറിയൊരു പൊട്ട കാടിൻ്റെ നടുവിലൂടെ വരുന്നു. അടിപൊളി. എന്നാൽ പിന്നെ ഞാൻ പോട്ടെട്ടാ.